എത്ര കവറേജിൽ ഷോൾ ചുറ്റിയിട്ടാലും നമ്മൾ ഫ്രണ്ടിൽ കുറച്ചും കൂടി പിന്നെ ഇങ്ങനെ ബാക്കിയായിട്ട് കാണൂല്ലേ. സോ അതിനൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ അധികം ആൾക്കാരും ഹിജാബ് ക്യാപ്പ് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പം 2022 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിജാബ് ക്യാപ്സ് അവൈലബിൾ ആണ്. അത് കുറച്ച് ഇറക്കം കൂടിയത്, അതുപോലെ തന്നെ ബാക്കിൽ കെട്ടുള്ളത്, ഇലാസ്റ്റിക് ഉള്ളത്, അതുപോലെ നെക്ക് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ കവറേജ് ഉള്ളത്, കുറച്ച് വോളിയം തോന്നിക്കുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ട്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. ഫസ്റ്റ് വന്നിട്ട് റിബഡ് ട്യൂബ് ഹിജാബ് ക്യാപ്പാണ്. അപ്പോൾ അത് ട്യൂബ് ഷേപ്പാണ്, രണ്ട് എൻഡിലും ഹോൾസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ റിബഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടിയും ഗ്രിപ്പ് ഉണ്ടാവും, പെട്ടെന്ന് അങ്ങോട്ട് അഴിഞ്ഞ് വീഴില്ല. ആൻഡ് കുറച്ചും കൂടിയും ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ടർബൈൻ പർപ്പസിലോ അല്ലെങ്കിൽ ഹെഡ് ബാൻഡ് പോലെയൊക്കെ ആയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം, കാരണം രണ്ട് എൻഡിലും ഹോൾസ് ആയതുകൊണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇയർ സ്ലിറ്റ് ക്യാപ്പാണ്. അത് പേര് പോലെ തന്നെ ഇയറിൻ്റെ ആ പോർഷനിലായിട്ട് അവിടെ ഒരു സ്ലിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ മുടി ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ വലിഞ്ഞത് പോരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. സോ ഇതാവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, കാരണം നമ്മളുടെ ഇയറിൻ്റെ അവിടെ ഇതിങ്ങനെ തട്ടി നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കിനി ബഡ്സും ഇയർഫോണും അതുപോലെ തന്നെ മാസ്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്രിസ് ക്രോസ് ആയിട്ടുള്ള ലെയറിങ്ങും വരുന്നുണ്ട്. ഇത് വന്നിട്ട് ജേഴ്സി പോളിസ്റ്റർ മെറ്റീരിയലാണ് കേട്ടോ. തേർഡ് വൺ വന്നിട്ട് അൾട്രാ സ്ട്രെച്ചബിൾ ഹിജാബ് ക്യാപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് എല്ലാ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ നിഴലടിക്കുന്ന തിന്നായിട്ടുള്ള ഹിജാബ്സിന് നമുക്ക് ഈ ഒരു ഹിജാബ് ക്യാപ്സ് ഉപയോഗിക്കാം, കാരണം എല്ലാ റെയർ ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ വിലയും കുറവാണ്, 250 രൂപയാണ്. ഇത് നല്ല തിന്നാണ്. പിന്നെ ബാക്കിൽ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് കെട്ടേണ്ട പ്രശ്നമില്ല. സോ പെട്ടെന്ന് എളുപ്പത്തിൽ ഇട്ട് പോകാൻ പറ്റിയതും, അതുപോലെ തന്നെ നല്ല തിന്നായതുകൊണ്ട് സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് നേരം നിൽക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹിജാബ് ക്യാപ്പ് നല്ല സ്യൂട്ടബിൾ ആണ്. സോ എന്താണ് നിങ്ങളുടെ പർപ്പസ്, അതിനനുസരിച്ചിട്ട് വാങ്ങുക. അപ്പോൾ ഡെയിലി വെയർ ആണോ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണോ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഹിജാബ് ക്യാപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് പോയിൻറ്റഡ് ഹിജാബ് ക്യാപ്സ് ആണ്. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് കുറച്ച് കട്ടിയുള്ളൊരു പോർഷൻ ഉണ്ടാവും, അതായത് സ്റ്റിഫായിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും. ഫുള്ള് ക്ലോത്ത് അല്ല വരിക, അതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ഒരു കട്ടിയുള്ള ഒരു ബോർഡ് പോലെയുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ പുറത്ത് വിസിബിളായിട്ട് കാണുന്ന തരത്തിലൊക്കെ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ എല്ലാ ക്യാപ്സും ഞാൻ LBH എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ സെപ്പറേറ്റ് അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതൊന്ന് വാങ്ങുന്നതാണ്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. വെറുതെ നിങ്ങളൊരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നെയിം വെച്ച് നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് ഏത് ഹിജാബ് ക്യാപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് അതിനനുസരിച്ച് ബേസ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആൻഡ് ഈസി ആയിരിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ഹിജാബ് ക്യാപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഇലാസ്റ്റിക്കും ഉണ്ട്, അതിൻ്റെ എൻഡിലായിട്ട് കെട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഹൈലി അഡ്ജസ്റ്റബിൾ ആണ്, നമ്മളുടെ ഹെഡിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ആപ്റ്റായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിൽ എന്തെങ്കിലും ടൈയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്നും കൂടിയും ആപ്റ്റായിട്ട് നിൽക്കും. ഇത് വന്നിട്ട് ജേഴ്സി പോളിസ്റ്റർ ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന് 300 രൂപയാണ് വില. നെക്സ്റ്റ് വരുന്നത് വോളിയമൈസിങ് ഹിജാബ് ക്യാപ്പാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് വോളിയമൈസിങ് ഹിജാബ് ക്യാപ്പ്. ഐ തിങ്ക് ഒരു അറബിക് ഹിജാബ് ട്യൂട്ടോറിയൽസിലൊക്കെ നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടാവും. ബാക്കിൽ ഇതുപോലെയുള്ളൊരു നമ്മുടെ സ്ക്രഞ്ചീസിന് പകരം ഇത് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതുണ്ടെങ്കിൽ വോളിയത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഫാബ്രിക് വന്നിട്ട് നെറ്റാണ് കേട്ടോ അവിടെ വരുന്നത്. ആൻഡ് ഇതൊന്നും കൂടി സ്ട്രെച്ചിയാണ്. ആൻഡ് ഫൈനലായിട്ട് വരുന്നത് ടൈ ബാക്ക് അണ്ടർ സ്കാർഫാണ്. ഇത് ക്യാപ്പിനേക്കാളും കുറച്ചും കൂടി കവറേജ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് നെക്ക് പോർഷനൊക്കെ ഒന്നുകൂടി മറക്കണം, കവറേജ് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബാക്കും ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ക്യാപ്പ് മാത്രമല്ല, ഹെഡ് ക്യാപ്പ് മാത്രമല്ല, അടിയിൽ സ്കാർഫായിട്ടും കൂടി നിൽക്കും. നമ്മുടെ ഡ്രസ്സിനും കൂടിയും ഒരു പ്രൊട്ടക്ഷനാണ് ഇത് വന്നിട്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു ടൈ വരുന്നുണ്ട്.
സോ ഹെഡ് മാത്രമല്ലാതെ നെക്കും കൂടിയും കവറേജ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലോണം യൂസ്ഫുൾ ആവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.